ഇറാനെ പിന്തുണച്ച റഷ്യ യുദ്ധത്തിൽ തങ്ങൾ നിഷ്പക്ഷമല്ലെന്നും ഇറാനെ തുണയ്ക്കുന്നതായും ലണ്ടനിലെ റഷ്യൻ അംബാസിഡർ പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ദുബായിൽ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാൻ സ്വദേശി മരിച്ചു. ബഹ്റൈനിൽ 3 പേർക്ക് പരിക്കേറ്റു. കുവൈത്തിൽ 2 ഫയർഫോഴ്സ് ജീവനക്കാർ മരിച്ചു. MC നാസർ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിച്ചടി വീണ്ടും ആവർത്തിക്കുകയാണ്. മരണം പോലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇറാൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഉയർത്തിയ വലിയൊരു സമാധാന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അതിനെ പൂർണ്ണമായും തകിടം പറിച്ചുകൊണ്ടുള്ള ആക്രമണ പരമ്പരകളാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ അരങ്ങേറിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് ബഹ്റൈന് നേരെയായിരുന്നു. ഹുദൈബിയ, മൊഹറക്ക്, ജുഫൈർ ഉൾപ്പെടെ വിവിധ മേഖലകൾക്ക് നേരെ ആക്രമണം നടന്നു. പക്ഷേ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കാൻ സാധിച്ചു. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജല ശുദ്ധീകരണ പ്ലാന്റിനു നേരെയും ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം നടന്നതായിട്ട് ബഹ്റൈൻ ആരോപിക്കുന്നുണ്ട്. കുവൈറ്റിന് നേരെയും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടന്നത്. കുവൈറ്റിലെ എയർപോർട്ടിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിലുള്ള തകർച്ചയോ മറ്റോ സംഭവിച്ചിട്ടില്ല. ആർക്കെങ്കിലും പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുമില്ല. 30-ലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് സൗദി തലസ്ഥാനമായ റിയാദിനും മറ്റും നേരെ വന്നത്. ഇതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കാനായി. ആർക്കെങ്കിലും ആളപായം സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് നടന്ന ആക്രമണത്തിൽ ദുബൈയിലെ അൽബർസയിൽ ഒരു പാക് സ്വദേശി കൂടി കൊല്ലപ്പെട്ടു. ഇതോടുകൂടി UAE-യിൽ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4 ഉയർന്നിട്ടുണ്ട്. 112-ലധികം പേർക്കാണ് വിവിധ ആക്രമണ സംഭവങ്ങളിലായിട്ട്, അതായത് മിസൈൽ പ്രതിരോധം നടത്തുമ്പോൾ അവ പൊട്ടിത്തെറിച്ച് ചീളുകൾ പതിച്ച് മറ്റുമാണ് ഇത്രയും പേർക്ക് പരിക്കേറ്റത്. എന്തായാലും ഈ സ്ഥിതിഗതികൾ പ്രത്യേകിച്ച് ജലവൈദ്യുത മേഖലയിലേക്ക് പോലും ആക്രമണങ്ങൾ വ്യാപിക്കുന്നത് വലിയ ആശങ്കയോടുകൂടിയാണ് മേഖല നോക്കിക്കാണുന്നത്. ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല, ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ആക്രമിച്ചാൽ ഒരു പ്രത്യാക്രമണം മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് ഇറാൻ പറയുന്നു. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ എന്താണ് സംഭവിച്ചത്? വളരെ പെട്ടെന്ന് ആക്രമണം കടുപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഇറാൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ തിരിച്ചടിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു ആക്രമണവും അയൽ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാവുകയില്ല. അവരുമായി സുരക്ഷാ രംഗത്ത് കൈകോർത്ത് മുന്നോട്ട് പോകാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതിന്റെ വിശദീകരണമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രിയും സൈനിക നേതൃത്വവും അറിയിക്കുന്നത് ഈ മേഖലയിൽ അമേരിക്കൻ സൈനിക ക്യാമ്പുകളും സൈനിക സാന്നിധ്യവും ഉണ്ടാകുന്നിടത്തോളം ആക്രമണം ഉണ്ടാകും. അത്തരമൊരു അവ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഈ ഒരു ടാർഗറ്റുകൾ ഒഴിവാക്കപ്പെടൂ എന്ന അർത്ഥത്തിലുള്ള വളരെ വിരുദ്ധമായിട്ടുള്ള ഒരു വിശദീകരണമാണ് സൈനിക നേതൃത്വവും വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിയുക എന്നുള്ള സമ്മർദ്ദ തന്ത്രം ഇപ്പോഴും ഇറാൻ പിന്തുടരുന്നു എന്ന് വേണം പറയാനല്ലേ? ഇറാന്റെ ഒരു സൈനിക നീക്കം എന്ന നിലയ്ക്ക് ആയിരിക്കണം സമ്മർദ്ദം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. MC, എങ്ങനെയാണ് റഷ്യയുടെ ഒരു പിന്തുണ ഇറാൻ ലഭിച്ചിട്ടുണ്ട്? ഈ ഒരു സാഹചര്യത്തിൽ ഈ പിന്തുണ എങ്ങനെയാണ് ഇറാൻ കാണുന്നത്? നമ്മൾ എങ്ങനെ ഇതിനെ വിലയിരുത്തണം? UK-യിലെ റഷ്യൻ സ്ഥാനപതിയുടെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. യുദ്ധത്തിൽ തങ്ങൾ നിഷ്പക്ഷമല്ല, തങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് വന്നത്. പക്ഷെ ക്രെംലിന്റെ ഭാഗത്തു നിന്ന്, മോസ്കോയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള മറ്റ് വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഈ അംബാസഡറുടെ പ്രതികരണം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകുന്നത്.